ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗൽ ലെജൻഡിനെ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ ഇഞ്ചുറി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തിയത്. അപ്പോൾ ഇതിനോട് നമ്മുടെ ഹോസെ മൊറീനോ പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് റൊണാൾഡോയെ മാറ്റി നിർത്തിയതല്ല, റൊണാൾഡോയെ മാറ്റി നിർത്തിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള പുള്ളിക്കാരന്റെ ഒരു ഒപ്പീനിയൻ. അതായത് ഹോസെ മൊറീനോയുടെ അഭിപ്രായം അനുസരിച്ച് ക്രിസ്ത്യാനോ ആ ഒരു ടീമിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ടീം ഒരു ആവറേജ് ടീമാണ് എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് പുള്ളിക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: ടേക്ക് ക്രിസ്ത്യാനോ ഔട്ട്, പോർച്ചുഗൽ ലുക്ക് ലൈക്ക് എനി റൺ ഓഫ് ദ മിൽ ടീം. ഈ മിൽ ടീം എന്നുള്ളത് ഒരു പുള്ളിക്കാരൻ്റെ ഭാഷ അത്തരത്തിലാണെന്ന് പറയും. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആ ഒരു സ്കൂളിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ടീമിന്റെ ക്വാളിറ്റി അതിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കി അവരുടെ മിഡ്ഫീൽഡ് ഉഷാറാണ്. അതായത് നമ്മുടെ ജാവോ നെവസ് ഉണ്ട്, വിറ്റീന ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട് തുടങ്ങിയ പ്രഗത്ഭരായ മിഡ്ഫീൽഡ് ഉണ്ട്. പക്ഷെ ഒരു നല്ല അറ്റാക്കർ ഇല്ലാതെ ഒരു പന്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ഉണ്ടാകുമ്പോൾ അവന്മാർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ക്രിസ്ത്യാനോ, നെയ്മർ, മെസ്സി ആ ടീമിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ബാക്കി അവരുടെ കൊളീഗ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് കിട്ടുന്ന എനർജി ഉണ്ട്. അത് വേറെ തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ ആ മെക്സിക്കോ ആയിട്ടുള്ള കളിയിലൊക്കെ ഗോൺസാലോ റാമോസ് ആയിരുന്നു സെന്റർ ഫോർവേഡ്. രണ്ട് അടിപൊളി ചാൻസാണ് പുള്ളിക്കാണ് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയത്. ഒരുപക്ഷെ റൊണാൾഡോ ആയിരുന്നെങ്കിൽ എന്ന് പോർച്ചുഗൽ ഫാൻസ് ചിന്തിച്ച നിമിഷമായിരിക്കും ആദ്യ നിമിഷം. അത് ആ ഫസ്റ്റത്തെ ചാൻസ് ഒക്കെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തില് അപ്പൊ ഹോസെ മൊറീനോ പറയുന്നു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ പോർച്ചുഗൽ ലൈറ്റ് പ്രാവശ്യത്തെ ഈ ഒരു ഫ്രണ്ട്ലി നോക്കിയാൽ ഒരു കളി അവര് സമനിലായി, മറ്റൊരു കളി അവര് വിജയിച്ചു കയറി. പക്ഷെ നമുക്ക് ഫ്രണ്ട്ലീസ് ആണ് കാര്യമായിട്ട്, അത്ര വലിയ റിസ്ക് എടുത്ത് കളിക്കുന്ന രീതിയൊന്നും ഫ്രണ്ട്ലീസിൽ ഉണ്ടാകത്തില്ല. എസ്പെഷ്യലി ഇനി യൂറോപ്യൻ ഫുട്ബോളിൽ ബിഗ് മാച്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ലി വെച്ചിട്ടൊന്നും ഒരിക്കലും നമുക്ക് ഒരു ടീമിന് വേൾഡ് കപ്പിലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൊണാൾഡോ ഇല്ലെങ്കിൽ ഹോസെ മൊറീനോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏകദേശം കറക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.